നമസ്കാരം. മൂന്നാം മോദി സർക്കാർ അധികാരത്തിലെത്തിയ അന്നു മുതൽ ബി നേതാക്കളെ ആവേശത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ച ഒരു ചർച്ചയാണ് ദേശീയ അധ്യക്ഷന്റെ അമരത്തേക്ക് ആര് വരും എന്നത് സംബന്ധിച്ച്. ഒട്ടനവധി പേരുകൾ, അതായത് ഒട്ടനവധി നേതാക്കളുടെ പേരുകൾ നമ്മൾ കേട്ടതാണ്. അതായത് സ്മൃതി ഇറാനി, അല്ലെങ്കിൽ ദേവേന്ദ്ര ഫട്നാവിസ്, അല്ലെങ്കിൽ ശിവരാജ് സിംഗ് ചൗഹാൻ ഉൾപ്പെടെയുള്ള വനിതാ നേതാക്കളുടെയും അതുപോലെ തന്നെ മറ്റു നേതാക്കളുടെയും പേരുകൾ നമ്മൾ കേട്ടതാണ്. വീണ്ടും ഇതാ മഹാരാഷ്ട്ര, ഹരിയാന തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് കടന്നിരിക്കുകയാണ്. നിർണായകമായ ഒരു നീക്കമാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പോകുന്നത്. നരേന്ദ്രമോദിയും അമിത്ഷായുടെയും നദ്ദയും കൂടെ ചേർന്നിട്ടാണ് ആ വ്യക്തിയുടെ പേര് അടുത്ത മാസം അവസാനത്തോടെ, അതായത് ജനുവരി അവസാനത്തോടെ അധ്യക്ഷന്റെ പേര് പ്രഖ്യാപിക്കും. ഫെബ്രുവരിയിൽ ചുമതലയേൽക്കും. ഒരു പുതിയ അധ്യക്ഷൻ വരുന്നതോടെ കേരളത്തിൽ വരുന്ന തിരഞ്ഞെടുപ്പിന് ആ അധ്യക്ഷന്റെ ഒരു കരുത്ത് തന്നെ ഒരു ശക്തി പകരുമെന്നത് യാഥാർത്ഥ്യമാണ്. പുതിയ ദേശീയ അധ്യക്ഷനെ അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത്. രാജ്യസഭ MP ആയ നഡ്ഡയുടെ കാലാവധി ഈ വർഷം പൂർത്തിയായിരുന്നു. നിലവിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി കൂടിയാണ് നഡ്ഡ. ജനുവരി പകുതിയിലധികം സംസ്ഥാന യൂണിറ്റുകളിലെയും തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകും. ആ വിധത്തിലാണ് ഇപ്പോൾ നടക്കുന്ന സംഘടനാ തെരഞ്ഞെടുപ്പ്. ജനുവരി പകുതിയോടെ സംസ്ഥാന ഘടകങ്ങളിലും സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തി ദേശീയ പ്രസിഡന്റിനെ തീരുമാനിക്കാനുള്ള നീക്കമാണ് പാർട്ടി ഇപ്പോൾ നടത്തുന്നത്. BJPയുടെ 60% സംസ്ഥാന യൂണിറ്റ് പ്രസിഡന്റുമാരുടെയും കാലാവധി അവസാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് പകുതി സംസ്ഥാന ഘടകങ്ങളിലെങ്കിലും ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പ് പൂർത്തിയാകണമെന്നാണ് BJPയുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ അതിനുവേണ്ടിയുള്ള ചർച്ചകളും അതിനുവേണ്ടിയുള്ള തെരഞ്ഞെടുപ്പുകളും ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. ഭരണഘടനാ പ്രകാരം ദേശീയ അധ്യക്ഷന്റെ കാലാവധി 3 വർഷമാണ്. 3 വർഷം വീതം തുടർച്ചയായി 2 തവണ മാത്രമേ അധികാരത്തിലിരിക്കാൻ സാധിക്കുകയുള്ളൂ. 2020 ഫെബ്രുവരിയിലാണ് നഡ്ഡയുടെ പാർട്ടിയുടെ, അതായത് ദേശീയ അധ്യക്ഷനായി ചുമതലയേറ്റത്. BJPയുടെ പ്രസിഡന്റിന്റെ കാലാവധി 3 വർഷമാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് കാലാവധി നീട്ടി നൽകുകയായിരുന്നു. 2012 നിതിൻ ഗഡ്കരിയെ തുടർച്ചയായി 2ാം തവണയും പാർട്ടി അധ്യക്ഷനാക്കണമെന്ന് RSS ആവശ്യപ്പെട്ടപ്പോൾ അതിലൊരു ഭേദഗതി BJP വരുത്തി. എന്നാൽ അവസാന നിമിഷം ഗഡ്കരിയെ മാറ്റി രാജ്നാഥ് സിംഗിനെ അധ്യക്ഷനാക്കി. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വിജയിക്കുന്നതുവരെ അദ്ദേഹം ആ സ്ഥാനം വഹിക്കുകയും ചെയ്തു. BJP നേതൃത്വവും RSSും അംഗീകരിക്കുന്ന പേരുകൾ അനുസരിച്ചായിരിക്കും പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. അതേസമയം ആരായിരിക്കും പുതിയ അധ്യക്ഷൻ എന്നതിനെ കുറിച്ച് ഒരു വ്യക്തത ഇതുവരെയായിട്ട് വന്നിട്ടില്ല. വിനോദ് താവ്ഡെ, സുനിൽ ബൻസാൽ, ശിവരാജ് സിംഗ് ചൗഹാൻ, മനോഹർ ലാൽ ഖട്ടർ, വസുന്ധര രാജെ, സഞ്ജയ് ജോഷി തുടങ്ങിയ പേരുകളാണ് ഇപ്പോൾ പുതിയ പ്രസിഡന്റിന്റെ സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത്. അത് മാത്രമല്ല, പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒന്നിലധികം സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ അഖിലേന്ത്യാ റിട്ടേണിംഗ് ഓഫീസർ നയിക്കുന്ന പോളിംഗ് ഓഫീസർമാർ തിരഞ്ഞെടുപ്പ് ദിവസം എല്ലാ സംസ്ഥാന തലസ്ഥാനങ്ങളിലും പോളിംഗ് നടത്തണമെന്ന് BJPയുടെ ഭരണഘടനയിൽ പറയുന്നുണ്ട്. മുദ്രവച്ച ബാലറ്റ് പെട്ടികളിൽ ഡൽഹിയിൽ എത്തിച്ച് വോട്ടെണ്ണുകയും ചെയ്യും. നഡ്ഡയുടെ പിൻഗാമി ആരെന്ന് ഉറ്റുനോക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയം. എന്തായാലും BJPക്കും അതുപോലെ തന്നെ RSSനും രണ്ട് പാർട്ടിക്കും രണ്ട് സംഘടനയ്ക്കും സമ്മതമാകുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയായിരിക്കും BJPയുടെ അമരത്തേക്ക് വരാൻ പോകുന്നത് എന്നതാണ് യാഥാർത്ഥ്യം.